2026 മെയ് 11 സിറാജ് എഡിറ്റോറിയൽ അവയവ റാക്കറ്റിന്റെ വേരറുക്കണം. കേരളത്തിൽ അവയവ കച്ചവട റാക്കറ്റിന്റെ പ്രവർത്തനം സജീവം. കൊച്ചി കേന്ദ്രമാക്കി വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തി വന്നിരുന്ന വൻ റാക്കറ്റിനെക്കുറിച്ചുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ റെയ്ഡിൽ വൃക്കദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതിനായി നിർമ്മിച്ച വ്യാജ സത്യവാങ്മൂലങ്ങൾ, വില്ലേജ് ഓഫീസർമാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സീലുകൾ പതിപ്പിച്ച വ്യാജ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ കണ്ടെത്തുകയുണ്ടായി. റാക്കറ്റിൽ അവയവം മാറ്റിവെക്കുന്ന ചില ആശുപത്രികളിലെ ഡോക്ടർമാർ കണ്ണികളാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ആശുപത്രികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വർഷങ്ങളായി സംസ്ഥാനത്ത് സജീവമാണ് അവയവ കച്ചവട റാക്കറ്റ്. കേരളത്തിൽ നിന്ന് യുവാക്കളെ ജോലി വാഗ്ദാനം ചെയ്ത് ഇറാനിലെത്തിച്ച് വൃക്കയുൾപ്പെടെ അവയവദാനം നടത്തിപ്പിക്കുന്ന അന്താരാഷ്ട്ര റാക്കറ്റിലെ കണ്ണിയായ തൃശൂർ വലപ്പാട് സ്വദേശി 2024 മേയിൽ കൊച്ചിയിൽ പിടിയിലായിരുന്നു. വൃക്കയ്ക്ക് വലിയ തുകയാണ് റാക്കറ്റ് വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിലും കുറഞ്ഞ തുകയാണ് പിന്നീട് നൽകിയിരുന്നത്. തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ അവയവ റാക്കറ്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് 2021 നവംബറിൽ വാർത്ത പുറത്തുവരികയും അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. കോവിഡും കടൽക്ഷോഭവും കാരണം ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളെയാണ് അന്ന് റാക്കറ്റ് നോട്ടമിട്ടത്. ഇവരുടെ വലയിൽ അകപ്പെട്ട് 2019-2021 കാലയളവിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്ന് മാത്രം 19 പേരാണ് വൃക്ക വിറ്റത്. ഏറെയും സ്ത്രീകളായിരുന്നു. ദാനമായി ലഭിക്കുന്ന അവയവങ്ങൾ ഉപയോഗപ്പെടുത്തിയല്ലാതെ അവയവങ്ങൾ വില കൊടുത്തു വാങ്ങി മാറ്റിവെക്കുന്നത് നിയമപരമായി അനുവദനീയമല്ല രാജ്യത്ത്. 1994 അവയവം മാറ്റിവെക്കൽ നിയമപ്രകാരം അവയവങ്ങൾ വാങ്ങുന്നതും അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ട പണമിടപാടുകളും വിലക്കപ്പെട്ടതാണ്. അതേസമയം അവയവങ്ങൾ ആവശ്യമുള്ളവർക്ക് നിയമപരമായി അത് ലഭിക്കാൻ പലപ്പോഴും കാലതാമസം നേരിടുന്നു. ഈ കാത്തിരിപ്പും അത്യാഹിത രോഗികളുടെ അവസ്ഥയും ചൂഷണം ചെയ്താണ് അവയവ മാഫിയ പ്രവർത്തിക്കുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള തിടുക്കം ഒരു വശത്ത്, മറ്റൊരു വശത്ത് കടുത്ത ദാരിദ്ര്യം. ഇതിന് രണ്ടിനുമിടയിലാണ് അനധികൃത അവയവ കച്ചവടത്തിനുള്ള വിപണി രൂപപ്പെടുന്നത്. തൊഴിലില്ലായ്മ, ഭാരിച്ച ചികിത്സാ ചെലവ്, വിവാഹച്ചടങ്ങ് പോലുള്ള കുടുംബപരമായ ബാധ്യതകൾ തുടങ്ങിയവ മൂലം കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരാണ് അവയവ മാഫിയയുടെ മുഖ്യ ഇരകൾ. ഇപ്പോൾ കൊച്ചിയിലും നേരത്തെ തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിലും അവയവ റാക്കറ്റ് ലക്ഷ്യമിട്ടത് ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയുള്ളവരെയും നിത്യവൃത്തിക്ക് വകയില്ലാത്തവരെയുമാണ്. 5 മുതൽ 8 ലക്ഷം വരെയാണ് മാഫിയ വൃക്കയ്ക്ക് വില പറയുന്നത്. അവർ വിൽക്കുന്നത് 20 ലക്ഷത്തിനു മുകളിലും. സ്വീകർത്താക്കളുടെ സാഹചര്യം നോക്കി 50 ലക്ഷം വരെ വാങ്ങുന്നവരുമുണ്ടത്രേ. അതേസമയം ഇരകൾക്ക് നേരത്തെ പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കുറഞ്ഞ തുകയാണ് നൽകാറുള്ളത്. കൊച്ചിയിൽ 2014 വൃക്കയ്ക്ക് നേരത്തെ വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ലെന്ന് ഒരു വീട്ടമ്മ ചാനലുകളുടെ മുമ്പാകെ പരാതിപ്പെട്ടിരുന്നു. 8.5 ലക്ഷം വില പറഞ്ഞുറപ്പിച്ചാണ് വീട്ടമ്മ വൃക്ക നൽകിയത്. റാക്കറ്റ് നൽകിയത് 3.5 ലക്ഷം മാത്രം. മികച്ച ആരോഗ്യ പുരോഗതി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ഉയർന്ന സാമൂഹിക പുരോഗതി എന്നിവയിൽ അഭിമാനം കൊള്ളുന്ന കേരളത്തിൽ പോലും മനുഷ്യാവയവ കച്ചവട മാഫിയകൾ പ്രവർത്തിക്കുന്നുവെന്നത് അതീവ ഗൗരവതരമാണ്. അവയവദാനം ലാഭക്കുതിയുടെ ഇരുണ്ട വിപണിയാകുന്നതും പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയായി മാറുന്നതും ഇതിൻ്റെ ലക്ഷ്യത്തെ അട്ടിമറിക്കുന്നു. പണമുള്ളവർക്ക് മാത്രം അവയവം ലഭിക്കുകയും പാവപ്പെട്ടവർക്ക് അവയവം ലഭിക്കാതെ ദുരിതത്തിലാകുകയും ചെയ്യുന്ന സാമൂഹിക അനീതിയാണിതിന്റെ പരിണിത ഫലം. അവയവ കച്ചവടത്തിൽ ചില സ്വകാര്യ ആശുപത്രികൾക്ക് പങ്കുണ്ടെന്നത് ആശങ്കാജനകമാണ്. നേരത്തെ അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് ആളുകളെ കടത്തിയ കേസിൽ അവയവ റാക്കറ്റിന് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ശസ്ത്രക്രിയക്ക് ആവശ്യമായ രേഖകൾ തയ്യാറാക്കാനും പരിശോധനകൾ നടത്താനും സ്വകാര്യ ആശുപത്രികൾ സഹായം നൽകിയതായി മുഖ്യപ്രതി മൊഴി നൽകുകയും ചെയ്തു. ഇത് ആശുപത്രികളെക്കുറിച്ചുള്ള വിശ്വാസ്യത തകരാൻ ഇടയാക്കും.
പണത്തിനു വേണ്ടി വ്യാജരേഖകൾ സൃഷ്ടിക്കാൻ മടിയില്ലാത്ത ആരോഗ്യ പ്രവർത്തകരുടെ മുമ്പിലെത്തുന്ന ഒരു രോഗിക്ക് ആശുപത്രി വിടുമ്പോൾ തൻ്റെ എല്ലാ അവയവങ്ങളും സുരക്ഷിതമാണെന്ന് എങ്ങനെ വിശ്വസിക്കാനാകും? സർക്കാരിനും നിയമപാലകർക്കും മുന്നറിയിപ്പാകട്ടെ കൊച്ചി അവയവ റാക്കറ്റ്. പേര് പുറത്തുവന്ന പ്രതികളെ പിടികൂടുന്നതിൽ മാത്രം അവസാനിക്കരുത് നിയമ നടപടികൾ. വിശദമായ അന്വേഷണത്തിലൂടെ ഈ റാക്കറ്റിൻ്റെ വേരുകൾ എവിടേക്കെല്ലാം പടർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി തകർക്കേണ്ടതുണ്ട്. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ സ്വകാര്യ ആശുപത്രികൾ നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ പരിശോധനകളും ഓഡിറ്റിംഗും ആവശ്യമാണ്. ശരീരത്തിൽ നിന്ന് വൃക്ക പോലുള്ള അവയവം നീക്കം ചെയ്യുന്നതിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമൂഹം ബോധവാന്മാരല്ല. ഇക്കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണവും നടത്തേണ്ടതുണ്ട്.